ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് 4ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ദ്വിതീയഃ പാഠഃ അന്നം അമൃതം. നമുക്ക് നോക്കാം. എല്ലാവരും പുസ്തകം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ വായിക്കണത് ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കാം. അന്നം അമൃതം. അന്നമാണ് അമൃതമായിട്ടുള്ളത്. അമൃതാണ് അന്നം എന്നുള്ളതാണ് പറയുന്നത്. ഓണാഘോഷഃ സർവേഷാം സന്തോഷദായകഃ ഭവതി. ഓണാഘോഷം എല്ലാവർക്കും സന്തോഷദായകഃ ഭവതി. എല്ലാവർക്കും സന്തോഷം തരുന്നതാണ് ഓണാഘോഷം. നമുക്കെല്ലാവർക്കും അല്ലെ, നമുക്കറിയാം എല്ലാവർക്കും സന്തോഷം തരുന്നതാണ് നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. ഓണാഘോഷഃ സർവേഷാം സന്തോഷദായകഃ ഭവതി. വിവേകഃ ഗൃഹാങ്കണേ മിത്രൈഹി സഹ ക്രീഡതി. വിവേകഃ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേരാണ്. വിവേക് ഗൃഹാങ്കണേ. ഗൃഹം എന്ന് പറഞ്ഞ വീട്, അങ്കണെ മുറ്റത്ത്, വീട്ടുമുറ്റത്ത്, മിത്രൈഹി സഹ കൂട്ടുകാരോടുകൂടെ, ക്രീഡതി കളിക്കുന്നു. അപ്പൊ വിവേകം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മുറ്റത്ത് കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകഃ മഹാനസം പ്രവിശതി. അതിനുശേഷം അവിടുന്ന് വിവേക് എവിടേക്കാണ് പോകുന്നത്? മഹാനസം പ്രവിശതി. അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നു, അടുക്കളയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മഹാനസേ മാതാപിതാ സോദരി ച സജ്ജി കുറുവന്തി. മഹാനസേ മാതാ പിതാ സോദരി. അടുക്കളയില് മാതാ അമ്മ, പിതാ അച്ഛൻ, സോദരി സഹോദരിയും, സോദരി എന്ന് പറഞ്ഞ സഹോദരിയും, സദ്യ എന്ന് പറഞ്ഞ സദ്യനെയാണ് പറയുന്നത്. സദ്യ സജ്ജി കുറുവന്തി. സദ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓണമൊക്കെയാണ് അല്ലെ. അപ്പൊ ഓണത്തിന് ഉള്ള സദ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും സഹോദരിയും കൂടിയിട്ട്. വിശിഷ്ട ഭോജ്യാനി പചന്തി. അവര് വിശിഷ്ട ഭോജ്യാനി വളരെ വിശിഷ്ട ഭോജ്യങ്ങള്, വിശേഷപ്പെട്ട ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. തേഷാം സംഭാഷണം ശൃണോതു. അവരുടെ സംഭാഷണം കേൾക്കൂ. നമുക്ക് നോക്കാം. അവിടെ അടുക്കളയില് അച്ഛനും അമ്മയും വിവേകവും ഒക്കെ കൂടി എന്താണ് പറയുന്നതെന്നുള്ള ആ സംഭാഷണമാണ് നമുക്ക് ഇനി അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. വിവേക് പറയാണ്, മാതാ കാനി ഭോജ്യാനി. അമ്മോട് ചോദിക്കുകയാണ് വിവേക്. മാതാ അമ്മേ, കാനി ഭോജ്യാനി, എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒരുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോ അമ്മ മറുപടി പറയാണ്, മാതാ ഓദനം കൊതിതം ഉപദംശം അവലേഹ. അപ്പൊ അമ്മ പറയാണ് എന്തൊക്കെയാണോ ഉള്ളതെന്ന്. ഓദനം എന്ന് പറഞ്ഞാല് ചോറ്, കൊതിതം എന്ന് പറഞ്ഞാല് സാമ്പാറ്, ഉപദംശം എന്ന് പറഞ്ഞാല് തൊടുക്കറി, അതുപോലെ അവലേഹ എന്ന് പറഞ്ഞാല് അച്ചാറ്. അപ്പൊ ഇത്രയൊക്കെ വിശിഷ്ട ഭോജ്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അമ്മ പറയാണ് ചെയ്യണത്. അപ്പോ വിവേക് ചോദിക്കുകയാണ് വീണ്ടും, പായസം അസ്തിവാ, പായസം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. പായസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ വീണ സഹോദരിയാണ്. സഹോദരി പറയാണ്, വീണ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ വീണ പറയാണ്, നിശ്ചയേന, ഉണ്ട്, പായസമൊക്കെ ഉണ്ട്, നിശ്ചയേന, തീർച്ചയായിട്ടും പായസമുണ്ട് എന്ന് അവിടെ ആര് പറയാണ്? വീണ പറയാണ്. അപ്പോ വിവേക് പറയാണ്, പിതാ ഭവാൻ കിം കരോതി. അച്ഛനോട് ചോദിക്കാണ്, അച്ഛൻ ഭവാൻ കിം കരോതി, അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ 12ാമത്തെ പേജില് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പോ അച്ഛൻ പറയാണ്, പിതാ പായസം പജാമി,
അച്ഛൻ പറയാണ് ഞാൻ പായസം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പായസം പാകമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ പറയാണ്. വീണ്ടും വിവേക് ചോദിക്കുകയാണ്, വിവേകഃ അഹോ സുഗന്ധഃ ബുഭുക്ഷ വർത്തതേ. അഹോ സുഗന്ധഃ, മണം വരുന്നുണ്ട്, പായസത്തിന്റെ സുഗന്ധം അല്ലെ, ആ മണം വരുന്നുണ്ട്. ബുഭുക്ഷ വർത്തതേ, ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ വിശപ്പ്, വിശപ്പ് വർദ്ധിക്കുന്നു, വിശപ്പ് കൂടുന്നു. ആ പായസത്തിന്റെ മണടിക്കുമ്പോഴ് വിശപ്പ് കൂടുന്നു എന്ന് വിവേക് അച്ഛനോട് പറയുന്നു. മാതാ, അപ്പൊ അമ്മ പറയാണ്, മുഹൂർത്തം തിഷ്ഠതു വയം മിലിത്വ ഭക്ഷ്യാമഹ. കുറച്ച് സമയം തിഷ്ഠതു, നിൽക്കൂ, കുറച്ചു നേരം കൂടി നിൽക്കൂ. വയം മിലിത്വ ഭക്ഷ്യാമഹ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷ്യാമഹ കഴിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, മിലിത്വ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്ന് പറയാണ്, അമ്മ പറയാണ്. അപ്പോ വിവേക് പറയാണ്, വിവേകഃ ആം തഥാസ്തു, ശരി, അന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറയാന്ന്, അങ്ങനെ ആയിരിക്കട്ടെ, അന്ന് അങ്ങനെ ആകട്ടെ എന്ന് വിവേക് പറയാണ്. ഇനി അതിന്റെ താഴെയായിട്ട് ഒരു 4 വരി പദ്യം കൊടുത്തിട്ടുണ്ട്. ഉചിതാനി ഭക്ഷണശീലാനി, ഏതാണ് ഉചിതമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ അല്ലെ, ഭക്ഷണശീലങ്ങൾ എപ്പോഴും നല്ല നല്ല ഭക്ഷണശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനെ കുറിച്ചൊരു ചെറിയൊരു പദ്യം പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ആ പാഠഭാഗത്ത് നോക്കാം. ഭോജനാത് പൂർവം പരം ച ഹസ്തം സമ്യക് പ്രക്ഷാളനീയം. ഭോജനാത് പൂർവം പരം ച ഹസ്തം സമ്യക് പ്രക്ഷാളനീയം. ഭോജനാത് പൂർവം, ഭക്ഷണത്തിന് മുമ്പ് പരം ച ഹസ്തം സമ്യക് പ്രക്ഷാളനീയം. നമ്മൾ നമ്മുടെ 2 കൈകളും വൃത്തിയായിട്ട് നല്ല പോലെ പ്രക്ഷാളനീയം, കഴുകണം, വൃത്തിയാക്കണം എന്നാണ് അവിടെ പറയണത്. അടുത്തത് അനാവൃത ഭക്ഷണം ന ഭക്ഷ്യേത്. വൃത്തികെട്ട ഭക്ഷണം അല്ലെ, അനാവൃതമായിട്ടുള്ളത്, വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങള് കഴിക്കരുത്. ന ഭക്ഷ്യേത്, കഴിക്കരുത്. ആ മതം ഭക്ഷണം ന ഭക്ഷ്യേത്. അതുപോലെ തന്നെ അടച്ചു വെക്കാത്ത, തുറന്ന് വെച്ചിട്ടുള്ളതായ ഭക്ഷണവും നമ്മള് കഴിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അവിടെ ഉചിതമായ ഭക്ഷണശീലത്തിനെ കുറിച്ച് ആ പാഠഭാഗത്ത് പറയുന്നത്. അപ്പൊ നമുക്കവിടെ ആ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത പേജിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പേജ് നമ്പർ 14 അവിടെ ശബ്ദകോശം നിരീക്ഷ്യ ഭവതഃ പ്രിയഭോജ്യാനി കാനി ഇതി വദതു ലിഖതു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടമുള്ള മമ പ്രിയഭോജ്യാനി, എന്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഏതൊക്കെയാന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ ടീച്ചർ ഇവിടെ എക്സാമ്പിൾ പറയുന്നു. ആദ്യത്തെ പെട്ടികകത്ത് ഓദനം, രണ്ടാമത്തേല് കൊതിതം, മൂന്നാമത്തേല് അവലേഹ എന്നാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങള് എഴുതണം അവിടെ കേട്ടോ, ആ പെട്ടിക്കുള്ളില് എഴുതണം. ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. അനുബന്ധം നിരീക്ഷ്യ സൂചനാനുസാരം ഭക്ഷണ പദാർത്ഥാൻ വർഗീകരോതു, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ 2 പെട്ടി തന്നിട്ടുണ്ട്. ഒന്നില് ഗാദ്യം എന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തേല് പേയം എന്ന് എഴുതിയിട്ടുണ്ട്. ഗാദ്യം എന്ന് വെച്ചാല് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകളാണ് ആദ്യത്തെ കോളത്തില് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് പേയം, കുടിക്കുന്ന ഭക്ഷണ വസ്തുക്കളാണ് അവിടെ രണ്ടാമത്തെ കോളത്തില് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ടീച്ചർ വായിക്കാം. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കാം. എന്നാലും ടീച്ചർ വായിച്ചു പോവാ കേട്ടാ. അബൂബഹ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അബൂബഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പമാണ്. അതുപോലെ റോട്ടിക എന്ന് പറഞ്ഞാല് റൊട്ടി. അതുപോലെ ദോശ തന്നെ. ചില്ലകം എന്ന് പറഞ്ഞാൽ അട. പിന്നെ മോദകം എന്ന് പറഞ്ഞാല് മധുര വസ്തുക്കള്, മധുര പലഹാരങ്ങളെയാണ് മോദകം എന്ന് പറയാ. അതുപോലെ പലാനം എന്ന് പറഞ്ഞാല് ബിരിയാണി ഇതൊക്കെ തിന്നുന്നതാണ്. ഗാദ്യം തിന്നുന്ന വസ്തുക്കളാണ്. ഇല്ലെങ്കിൽ ഓദനം എഴുതാം കേട്ടോ, അതൊക്കെ തിന്നുന്നതല്ലേ ചോറൊക്കെ. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ടീച്ചർ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഇനി അടുത്തത് പേയം. പേയം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ക്ഷീരം, പാല് അല്ലെ, പാല് കുടിക്കുന്നതാണ്. പിന്നെ അതുപോലെ തക്രം. തക്രം അറിയാലോ നിങ്ങക്ക്, തക്രം. പിന്നെ അതുപോലെ ദധി, തൈര്. പിന്നെ തക്രം മോരാണ് കേട്ടോ. പിന്നെ ദധി, തൈര്. പായസം കുടിക്കുന്നതാണ്. അതുപോലെ ശാകാലദഹ എന്ന് പറഞ്ഞ സാലഡ്. അതുപോലെ നവനീതം, നെയ്യ്. ഇതൊക്കെ കുടിക്കുന്നതാണ്, കുടിക്കും. അപ്പൊ ഇതൊക്കെയാണ് കുടിക്കുന്നതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഖാദ്യം കഴിക്കുന്നതായിട്ടുള്ളതും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആ 14ാമത്തെ പേജും ഇവിടെ തീരുവാണ്. ഇനി അടുത്ത ഒരു പേജും കൂടി ഉണ്ട്, ടീച്ചർ വായിച്ചു തരാം. ഇവിടെ അനുബന്ധ എന്ന് കൊടുത്തിട്ടുണ്ട്. ഭോജ്യവസ്തുനാം നാമാനി. ഭോജ്യവസ്തുക്കളുടെ പേരുകളാണ്. ഇപ്പൊ ടീച്ചർ ഇങ്ങനെ വായിച്ച് അത് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു പോവാം കേട്ടാ. അപ്പൊ നോക്ക. അബൂബഹ അപ്പമാണ്. റോട്ടിക റൊട്ടി. സുബിഷ്ടഹ ഉപ്പുമാവ്. അതുപോലെ ബാഷ്പൂബഹ പുട്ട്. പൂരിക പൂരി. പലാനം ബിരിയാണി. ദോശ. അതുപോലെ സൂത്രപൂബഹ നൂൽപുട്ട്. ചില്ലകം അട. മോദകം മധുര പലഹാരങ്ങള്. ഉപദംശഹ തൊടുക്കറി. ചടിക എന്ന് പറഞ്ഞാല് ചമ്മന്തി. ദധി തൈര്. അവലേഹ അച്ചാറ്. ലവണിതം അതായത് ഉപ്പിലിട്ടത്. ക്ഷീരം പാല്. തക്രം മോര്. ധൃതപൂബഹ നെയ്യപ്പം. വടിക വട. മാഷവടിക ഉഴുന്നുവട. ക്ഷീരാന്നം പാൽച്ചോറിനെയാണ് ക്ഷീരാന്നം എന്ന് പറയാ. ലഡുകം എന്ന് പറഞ്ഞാൽ ലഡു ആണ്. പായസം. ഫലഭാഗ എന്ന് പറഞ്ഞാല് ജാമ്. നമ്മുടെ ജാമൊക്കെ ഉപയോഗിക്കില്ലേ, ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുന്ന അതിനെയാണ് ഫലഭാഗ എന്ന് പറയാ. അതുപോലെ കുണ്ടലിക ജിലേബി. നവനീതം വെണ്ണ. കൗശമണ്ഡികം തോരൻ. അതുപോലെ തന്നെ ധൃതോദനഹ എന്നാണ് കേട്ടോ. ധൃതോദനഹ നെയ്ച്ചോറ്. അതുപോലെ തേമനം തോരൻ. കൊതിതം സാമ്പാറ്. അമ്ലചുണ്ടി എന്ന് പറഞ്ഞാല് പുളിയിഞ്ചി. ശാകാലദഹ എന്ന് പറഞ്ഞാല് സാലഡ്. അപ്പൊ അതൊക്കെ ഓരോ ഭക്ഷ്യവസ്തുക്കളുടെ പേര് സംസ്കൃതത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇത്രയാണ് നമ്മുടെ ഈ 2ാമത്തെ പാഠഭാഗത്തില് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് 3ാമത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്രദമാണ്, നിങ്ങളെ പോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.